മാനവകുലം മുഴുവൻ ശാപത്തിൽ കിടന്നപ്പോൾ, പാപത്തിൽ കിടന്നപ്പോൾ, തകർച്ചയിൽ കിടന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ക്രൂശിൽ യാഗമാക്കിയ ആ ക്രൂശിലെ പരമയാഗത്തിൽ ഒരു മനുഷ്യൻ, ഒരു സഹോദരി, ഒരു സഹോദരൻ വിശ്വസിക്കുമ്പോൾ, ആ യാഗമായ ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തെ വ്യക്തിപരമായി സ്വീകരിച്ചേറ്റെടുത്ത് പാപങ്ങളെ കഴുകുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മുൻകഴിഞ്ഞ നാളുകളിൽ അപ്പനപ്പന്മാരായി നിലകൊള്ളുന്ന ശാപങ്ങൾ, അപ്പനപ്പന്മാരായി കിടക്കുന്ന പാപത്തിൻ്റെ തിന്മകൾ, ഇത് മുഴുവൻ തമ്പുരാൻ ആ തീരുമാനങ്ങളെ മുഴുവൻ ചേഞ്ച് ചെയ്ത് നിന്റെ പഴയ ഫയല് ക്ലോസ് ചെയ്യുകയാണ്. എത്ര പേർക്ക് ഞാൻ നിന്റെ പഴയ ഫയല് ദൈവം ക്ലോസ് ചെയ്യുകയാണ്? ജീവിതത്തിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, യേശുവിൻ്റെ രക്തം എൻ്റെ ശാപങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന രക്തം, യേശുവിൻ്റെ രക്തം എൻ്റെ ശാപങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന രക്തം? ശബ്ദമുയർത്തി ഹല്ലേലൂയ. നോഹ കഴിച്ച യാഗത്തിൻ്റെ മുൻപിൽ ദൈവം തീരുമാനങ്ങളെ മാറ്റിയതുപോലെ ക്രൂശിലെ യാഗത്തിൻ്റെ മുൻപിൽ ന്യായപ്രമാണത്തിൻ്റെ നടിച്ചുവരുകളെ ഇടിച്ചു കളഞ്ഞ് ക്രൂശിലെ യാഗത്തിൻ്റെ മുൻപിൽ അബ്രഹാമ്യ അനുഗ്രഹം ഒരു തലമുറയ്ക്ക് മാത്രമേ ഉള്ളൂ, യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്ന നിലപാടിൽ നിന്ന് വിശ്വസിക്കുന്ന ഏവനും അബ്രഹാമിൻ്റെ സന്തതികളാക്കി പുറംപറമ്പിൽ കിടന്ന എന്നെയും നിങ്ങളെയും സ്വന്തം മക്കളാക്കി, കാട്ടൊലിവായിരുന്ന നമ്മെ അവൻ നാട്ടൊലിവാക്കി, അവൻ സ്വന്തമാക്കി മാറ്റി. ആ രക്തത്തിനൊന്ന് നന്ദി പറയാമോ? ആ രക്തത്തിനൊന്ന് നന്ദി പറയാമോ? ആ രക്തത്തിനൊന്ന് നന്ദി പറയാമോ? ആ രക്തത്തിനൊന്ന് നന്ദി പറയാമോ?